ഒറ്റനോട്ടത്തിൽ ഈ മരങ്ങൾ തടിയിൽ തീർത്ത മനോഹര ശില്പം പോലെ തോന്നിക്കുകയും ചെയ്യും. തീരെ വീതി കുറഞ്ഞ വെളുത്ത മണൽ നിറഞ്ഞ തീരമാണിത്. അടിത്തട്ട് കാണത്തക്ക വിധം തെളിഞ്ഞ ജലം സാവധാനം അലയടിക്കുന്നത് രസകരമായ മറ്റൊരു കാഴ്ചയും. ദ്വീപുകൾ നിറഞ്ഞ ഉൾക്കടലാണ് തീരത്ത് നിൽക്കുമ്പോൾ ദൂരെ ദൃശ്യമാവുക. ആൻഡമാനിലെ പ്രധാന സൺസെറ്റ് പോയിന്റുകളിൽ ഒന്നുകൂടിയാണിവിടം. ദ്വീപുകളുടെയും ഇടതൂർന്ന വനങ്ങളുടെയും പശ്ചാത്തലത്തിൽ സൂര്യൻ സാവധാനം ചക്രവാളത്തിൽ മറയുന്ന കാഴ്ച അതിഗംഭീരമായ ഒരനുഭവമായിരിക്കും. വനത്തോട് ചേർന്നായതിനാൽ മുതലയുടെ സാന്നിധ്യം മുണ്ടപകതിൽ കൂടുതലായുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്നത് അപകടകരമാണ്. സിഡിയതാപ്പു എന്ന ബയോളജിക്കൽ റിസർവ് ഈ ബീച്ചിനോട് ചേർന്നാണ്. പക്ഷിവർഗങ്ങൾ ധാരാളമായി കേന്ദ്രീകരിച്ചിട്ടുള്ളതിനാൽ പക്ഷി നിരീക്ഷണത്തിന് അനുയോജ്യമാണിവിടം. കൂടാതെ റിസർവിനുള്ളിലൂടെ നടന്ന് കുന്നിൻ മുകളിൽ തീരത്തോട് ചേർന്നുള്ള ക്ലിഫിൽ എത്തുകയും ചെയ്യാം. മരതകപ്പച്ച നിറത്തിലുള്ള കടലിന്റെ വിശാലമായ കാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോർട്ട് ബ്ലെയറിലെ മറ്റൊരു ചരിത്ര കേന്ദ്രമാണ്, റോസ് ഐലൻഡ്. ഇപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്ന് ദ്വീപിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. 1 കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്താം. കൊളോണിയൽ കാലത്ത് ആഡംബരങ്ങളോടെ വസിക്കാൻ ബ്രിട്ടീഷുകാർ ഒരുക്കിയെടുത്ത ദ്വീപായിരുന്നു ഇത്. ആൻഡമാൻ മേഖലയുടെ ചുമതലക്കാരനായിരുന്ന ചീഫ് കമ്മീഷണർ അടക്കമുള്ളവർ താമസിച്ചിരുന്നത് ഇവിടെയാണ്. ആ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന നിർമ്മിതികളാണ് റോസ് ഐലൻഡിലെ പ്രധാന കാഴ്ച. ഇന്ത്യൻ നേവിയുടെ ഒരു യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് വിനോദ സൗകര്യങ്ങളൊന്നും ദ്വീപിൽ ഒരുക്കിയിട്ടില്ല. ജെട്ടിയിൽ വന്നിറങ്ങി ദ്വീപിലെ കാഴ്ചകളെല്ലാം കണ്ടു നടന്ന ശേഷം വന്ന ബോട്ടിൽ തന്നെ പറഞ്ഞ സമയത്ത് തിരിച്ചു പോകാം. ദ്വീപിൽ ഒരു ഗൈഡിന്റെ സഹായം തേടിയാൽ രസകരമായ ഒട്ടേറെ കഥകളും വിവരങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ കഴിയും. കൊളോണിയൽ കാലത്ത് പ്രൗഢിയോടെ നിലനിന്നിരുന്ന പല മന്ദിരങ്ങളും ഇന്ന് തകർന്ന് ആൽമരങ്ങൾ വളർന്ന നിലയിലാണുള്ളത്. ഭിത്തിയൊട്ടാകെ വേരുകൾ പൊതിഞ്ഞിരിക്കുന്നു. മേൽക്കൂരകൾ അടർന്നു വീണ നിലയിലാണ്. മധ്യത്തിലെ ഒരു കുന്നിലായിരുന്നു കമ്മീഷണേഴ്സ് ബംഗ്ലാവ് ഉൾപ്പെടെയുള്ള പ്രധാന മന്ദിരങ്ങളുടെ സ്ഥാനം. താഴെ സ്റ്റോർ, പവർ ഹൗസ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളും. കുന്നിൻ മുകളിൽ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് കടലിന്റെ ഭംഗിയുള്ള കാഴ്ചകളും ആസ്വദിക്കാം. ഇനിയൊരു കടൽ യാത്രയാകാം. ആൻഡമാനിലെ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റികളുടെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാനാവുന്ന ഹാവ്ലോക്ക് ദ്വീപിലേക്കുള്ള ഫെറി റൈഡ്. അടുത്ത കാലത്ത് ഹാവ്ലോക്ക് ദ്വീപിന്റെ പേര് സ്വരാജ് ഐലൻഡ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഹാവ്ലോക്ക് പോലെ തന്നെ ടൂറിസം രംഗത്ത് അതിവേഗം വളർന്നു വരുന്ന ദ്വീപാണ് സമീപത്തുള്ള നീൽ ഐലൻഡും. പോർട്ട് ബ്ലെയറിലെ ഹാഡോ ജെട്ടിയിൽ നിന്നും 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ ഈ ദ്വീപിലെത്താം. വലിയ കറ്റമരനുകളും ചെറു കപ്പലുകളുമാണ് സർവീസുകൾ നടത്തുന്നത്. ബുക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതിനാൽ മുൻകൂട്ടി റിസർവ് ചെയ്യണം. 2 ഹള്ളുള്ള കറ്റമരനിലെ യാത്ര അതീവ രസകരമാണ്. നീൽ
നീല നിറത്തിൽ തിളങ്ങുന്ന കടൽപ്പരപ്പും നീണ്ടുകിടക്കുന്ന ദ്വീപുകളുടെ കാഴ്ചകളും ഈ യാത്രയെ മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റുന്നു. പല നിലവാരത്തിലുള്ള സീറ്റുകൾ കറ്റമരനിൽ തെരഞ്ഞെടുക്കാം. അപ്പർ ഡെക്കിൽ നിരക്ക് കൂടുതലാണ്. ലഭിക്കുന്ന സൗകര്യങ്ങളാണ് തുക നിശ്ചയിക്കുന്ന മറ്റൊരു ഘടകം. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ് ഹാവ്ലോക്ക് സന്ദർശിക്കാൻ ഉത്തമം. ഇതാണ് ടൂറിസ്റ്റ് സീസൺ. ഫെറി സർവീസുകളും മറ്റും അപ്പോൾ കൃത്യമായി നടക്കും. എന്നാൽ മഴക്കാലമായാൽ കാലാവസ്ഥ കണക്കിലെടുത്ത് മാത്രമേ സർവീസുകൾ ഉണ്ടാകൂ. സന്ദർശനം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഹാവ്ലോക്കിൽ ഗൈഡിന്റെ സഹായം തേടുന്നത് നല്ലതാണ്. അതിമനോഹരമായ ബീച്ചുകളാണ് ഹാവ്ലോക്ക് ഐലൻഡിലെ മുഖ്യ ആകർഷണം. ബീച്ചുകളോട് ചേർന്ന് തന്നെ ധാരാളം റിസോർട്ടുകളുമുണ്ട്. ഇവിടെ നാം ആദ്യം സന്ദർശിക്കുന്നത് കാലാപത്തർ ബീച്ചാണ്. ജെട്ടിയിൽ നിന്നും 6.5 കിലോമീറ്റർ സഞ്ചരിച്ച് കാലാപത്തർ ബീച്ചിലെത്താം. കാലാപത്തർ എന്നാൽ കറുത്ത പാറക്കെട്ട് എന്നർത്ഥം. തീരത്ത് കറുത്ത പാറകൾ കാണപ്പെടുന്നത് കൊണ്ട് ലഭിച്ച പേരാണിത്. അധികം വിശാലമല്ലാത്ത ബീച്ചാണ് കാലാപത്തർ. വെളുത്ത പഞ്ചാര മണലും ഇളം നീല, കടും നീല നിറങ്ങളിൽ തിളങ്ങുന്ന മനോഹരമായ ജലാശയവും ചേരുന്ന ഗംഭീരമായൊരു തീരം. മാൽദീവ്സിലും തായ്ലൻഡിലും മറ്റും കാണുന്ന ബീച്ചുകൾക്ക് സമാനമായ കാഴ്ച. തായ്ലൻഡിലെ തിരക്കേറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഫുക്കറ്റ് ദ്വീപ് ഇവിടെ നിന്നും 400 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഇതേ ഭൂപ്രകൃതിയും കാലാവസ്ഥയും തന്നെയാണ് അവിടെയും. വലിയ തിരകൾ കുറവാണെന്നതാണ് ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകത. ആഴവും കുറവാണ്. അതുകൊണ്ട് തന്നെ നീന്താൻ അനുയോജ്യമാണിവിടം. കട്ടിയേറിയ ഇലച്ചാർത്തുള്ള മരങ്ങൾ നിറഞ്ഞ മണൽപ്പരപ്പാണ് കാലാപത്തർ ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകത. കടൽക്കാറ്റും കൊണ്ട് കടലിന്റെ കാഴ്ചകളും ആസ്വദിച്ച് മരത്തണലിൽ അലസമായിരുന്ന് സമയം ചിലവഴിക്കാം. ഈ യാത്രയിലെ അവസാന പോയിന്റ് ആൻഡമാനിലെ ഏറ്റവും മനോഹരമായ ബീച്ചായ രാധാനഗറാണ്. ആൻഡമാനിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണിതെന്ന് പറയാം. ഡെൻമാർക്ക് ആസ്ഥാനമായ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് അംഗീകാരം രാധാനഗർ ബീച്ച് നേടിയിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, വൃത്തി, നൽകുന്ന സേവനത്തിന്റെ നിലവാരം എന്നിവയെല്ലാം കണക്കാക്കി നൽകുന്ന സർട്ടിഫിക്കറ്റാണിത്. ഇലകൾ നിറഞ്ഞ വൻ മരങ്ങൾ വളർന്നു നിൽക്കുന്ന പ്രദേശത്താണ് ബീച്ചിന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഏരിയയിലും മറ്റും എത്തുമ്പോൾ ഒരു വനത്തിന്റെ പ്രതീതിയാകും ഉണ്ടാവുക. മരങ്ങൾ നിറഞ്ഞ ഭാഗം കടന്നാൽ തുറസായ മണൽപ്പരപ്പിലേക്ക് എത്തും. അതിനപ്പുറം ഇളം നീല, കടും നീല നിറത്തിൽ തിളങ്ങുന്ന കടൽ. കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണങ്ങളുടെ മേളനം. തീരത്ത് മരത്തണലിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുള്ളതിനാൽ ഇവിടിരുന്ന് കാഴ്ചകൾ ആസ്വദിക്കാം. ഈ മനോഹര ദൃശ്യങ്ങൾ എത്ര കണ്ടാലും മതിയാവില്ലെന്നതാണ് യാഥാർത്ഥ്യം. പടിഞ്ഞാറ് ഭാഗത്തായതിനാൽ സൂര്യാസ്തമയ കാഴ്ചകളും ആസ്വദിക്കാം. ആൻഡമാനിലെ പ്രധാനപ്പെട്ട സൺസെറ്റ് ലൊക്കേഷനുകളിൽ ഒന്നുകൂടിയാണിത്.
ആഴം കുറവായതിനാൽ രാധാനഗർ തീരത്ത് അപകടരഹിതമായി നീന്താനും കഴിയും. ഭൂപ്രകൃതിയും സംസ്കാരവും ചരിത്രവും കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വ്യത്യസ്തമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഓരോ ഇന്ത്യക്കാരനും തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രമാണിത്.